മുഖ്യമന്ത്രിയെ ട്രോളി പിണറായി വിജയൻ. സംസ്ഥാനത്തിന്റെ ധനസ്ഥിതി താളം തെറ്റിയെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. 2026-27 സാമ്പത്തിക വർഷത്തെ ആദ്യത്തെ 9 മാസത്തേക്ക് കേന്ദ്രം അനുവദിച്ചിരിക്കുന്ന വായ്പാ പരിധി 32,484 കോടിയാണ്. എന്നാൽ 3 മാസം പിന്നിട്ടപ്പോൾ സർക്കാർ 30,462 കോടിയും എടുത്തു കഴിഞ്ഞു. ഇനിയുള്ള മാസങ്ങൾക്ക് 2022 കോടി മാത്രമാണ് ശേഷിക്കുന്നത്. ഇത് സംസ്ഥാനത്ത് പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ ഇടയാകുമെന്നും പിണറായി വിജയൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. അധികാരത്തിലേറിയ തുടക്കത്തിൽ 3 മാസം കൊണ്ട് ധനസ്ഥിതി മാറ്റിക്കാണിച്ച് തരാമെന്നായിരുന്നു മുഖ്യമന്ത്രി വി.ഡി. സതീശന്റെ അവകാശവാദം. ഇപ്പോൾ എന്താണ് സ്ഥിതി? LDF സർക്കാരിന്റെ കാലത്ത് കടം വാങ്ങുന്നതിനെതിരെ പ്രതിപക്ഷം ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു. അന്ന് പറഞ്ഞ കാര്യങ്ങൾ പിൻവലിക്കാനുള്ള മര്യാദ മുഖ്യമന്ത്രി സ്വീകരിക്കണം. അന്ന് സാമ്പത്തിക അച്ചടക്കമില്ലായ്മയും ധൂർത്തുമാണ് കടം വാങ്ങുന്നതിന് ഇടയാകുന്നത് എന്നായിരുന്നു പ്രതിപക്ഷം പറഞ്ഞിരുന്നത്. ഇന്ന് കടം സ്വീകരിച്ചത് അതേ കാരണങ്ങൾ കൊണ്ടാണോ? മുഖ്യമന്ത്രി വ്യക്തമാക്കണം. കടമെടുപ്പ് പരിധി വർദ്ധിക്കുന്നത് സംസ്ഥാനത്തിന്റെ GDP വളർച്ചയ്ക്കനുസരിച്ചാണ്. ഇത് സാധാരണ നിലയ്ക്കുള്ള സാമ്പത്തിക മാനേജ്മെന്റിന്റെ ഭാഗമാണ്. അതിൽ കൂടുതൽ കടം എടുത്താൽ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് നയിക്കും. ധനമാനേജ്മെന്റിലൂടെ നികുതി വരുമാനം വർദ്ധിപ്പിച്ചാണ് LDF സർക്കാർ മുന്നോട്ട് പോയത്. അന്നത്തെ വികസനം കാണാതെ കടത്തിന്റെ മാത്രം കണക്ക് പറഞ്ഞ് അധിക്ഷേപിക്കാനാണ് പ്രതിപക്ഷം ശ്രമിച്ചത്. UDF അധികാരത്തിൽ വന്നപ്പോൾ ഖജനാവ് നിറയ്ക്കുന്നതിനെ പറ്റി മുഖ്യമന്ത്രി വി.ഡി. സതീശൻ പറഞ്ഞ വാചകം പൂമ്പാറ്റ പൂ അറിയാതെ തേനുറ്റുന്നത് പോലെ ഖജനാവ് നിറയ്ക്കുമെന്നായിരുന്നു. ഇപ്പോൾ കടമെടുപ്പ് പരിധി തന്നെ കടന്നിരിക്കുകയാണ്. ഇപ്പോൾ പൂവുമില്ല, പൂമ്പാറ്റയുമില്ല, തേനുമില്ല, കടം മാത്രമാണ് പുതിയ സർക്കാരിന്റെ ഖജനാവിൽ എന്ന് പിണറായി വിജയൻ പറഞ്ഞു.